പശ്ചിമേഷ്യയിൽ ആകാശയുദ്ധം മുറുകുമ്പോൾ ഇന്ത്യയുടെ സുപ്രധാനമായ ഒരു ആയുധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. സുദർശൻ ലേസർ ഗൈഡഡ് ബോംബുകൾ. ഇത് വെറുമൊരു ബോംബല്ല, ലക്ഷ്യം തെറ്റാത്ത കൃത്യതയാർന്ന മാരകായുധമാണ്. ആയിരക്കണക്കിന് അടി ഉയരത്തിൽ നിന്നും താഴേക്ക് കുതിക്കുമ്പോഴും കൃത്യതയുടെ കാര്യത്തിൽ നൂലിയുടെ വ്യത്യാസം പോലും വരാത്ത സാങ്കേതിക വിദ്യ. ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുകയാണ് സുദർശൻ എന്ന ലേസർ ഗൈഡഡ് ബോംബുകൾ. ഇന്ത്യൻ ലാബുകളിൽ നിന്നും യുദ്ധക്കളത്തിലേക്ക് എത്തുന്ന ഈ വിസ്മയത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. സുദർശൻ സാധാരണ ബോംബുകളെ സ്മാർട്ടാക്കി മാറ്റുന്ന ഒരു ഗൈഡഡ് കിറ്റാണ്. സാധാരണയായി ബോംബുകൾ എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് വീഴുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനാകില്ല. കാറ്റോ മഴയോ വന്നാൽ അവ വഴിമാറിപ്പോകാം. സുദർശൻ ഘടിപ്പിക്കുന്നതോടെ ഒരു സാധാരണ ബോംബ് ലക്ഷ്യം തിരിച്ചു പിടിച്ചു പോകുന്ന സ്മാർട്ട് ബോംബായി മാറുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ മോഡുലാർ സ്വഭാവമാണ്. അതായത് ഇന്ത്യയുടെ പക്കലുള്ള പഴയ ബോംബുകളെല്ലാം ഈ കുറ്റി ഉപയോഗിച്ച് നിമിഷ നേരം കൊണ്ട് അതീവ പ്രഹരശേഷിയുള്ള സ്മാർട്ട് ബോംബുകളാക്കി മാറ്റാം. ഇത് പ്രതിരോധ ചിലവുകൾ കുറയ്ക്കുന്നു. ചരിത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ ഇത്തരമൊരു ആയുധം തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് 1999 കാർഗിൽ യുദ്ധത്തിലേക്കാണ്. മഞ്ഞുമൂടിയ മലനിരകളുടെ മുകളിലിരുന്നാണ് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ ആക്രമിച്ചത്. മലയടിവാരത്ത് തമ്പടിച്ചിരിക്കുന്ന സൈനികർക്ക് അവരെ കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അന്ന് നമ്മൾ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ലേസർ ബോംബുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന ആ അവസ്ഥയിൽ നിന്നാണ് ഇന്ത്യ പാഠം പഠിച്ചത്. നമുക്ക് സ്വന്തമായി ആയുധങ്ങൾ വേണം. അങ്ങനെയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. ഈ പുത്തൻ ആയുധത്തിന്റെ നേട്ടം യുദ്ധഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇത് ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ കൂടി വിജയമാണ്. വിദേശ ആയുധങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകേണ്ടി വരുന്ന കോടികൾ ഇന്ന് ലാഭിക്കാൻ കഴിയുന്നു. തേജസ്, മിറാഷ് 2000, സുഖോയ് 30 തുടങ്ങിയ ഇന്ത്യയുടെ എല്ലാ പ്രധാന പോർവിമാനങ്ങളിലും സുദർശൻ ഇപ്പോൾ ഘടിപ്പിക്കുകയാണ്. ശത്രുവിന്റെ കടൽമാർഗമുള്ള നീക്കങ്ങളെ തടയാൻ ഇതിന് കടൽ പതിപ്പും ഇന്ത്യ വികസിപ്പിച്ചു വരുന്നു. പുത്തൻ കണ്ടുപിടുത്തങ്ങൾ നടത്തി ആയുധബലം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്യുന്നത്, അത് കൃത്യമായി വിപണിയിൽ എത്തിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കാനും ഇതിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ന് വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ സുദർശൻ കിറ്റിനായി ക്യൂ നിൽക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൃത്യതയുള്ള ആയുധം മറ്റാർക്കും നൽകാനാവില്ല. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്നതിൽ നിന്നും ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിലേക്ക് കൂടി ഇന്ത്യ വളരുകയാണ്. ഇത് കേവലം ബിസിനസ് അല്ല, ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള കരുത്തുറ്റ നീക്കം കൂടിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യ കൈവരിച്ച പക്വതയുടെ അടയാളമാണ് സുദർശൻ ലേസർ ഗൈഡഡ് ബോംബുകൾ. കാർഗിലിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും നയതന്ത്ര ബന്ധങ്ങൾക്കും കരുത്തേകുന്നു. ഇറക്കുമതിയിൽ നിന്നും കയറ്റുമതിയിലേക്കുള്ള ഈ മാറ്റം ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. സുദർശൻ പോലുള്ള കൂടുതൽ തദ്ദേശീയമായ വിസ്മയങ്ങൾ അണിയറയിൽ ഒരുങ്ങുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ സുരക്ഷിതമാവുകയാണ്.